ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നാട്ടിലെ പറമ്പിലെ കുറച്ച് കാര്യങ്ങളും അവിടുത്തെ കൃഷികളും ഇതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വിശേഷം കൂടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് ചെറിയൊരു തോട്, ഇപ്പം മഴക്കാലമായിട്ട് നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ഇതാട്ടോ. നല്ല വെള്ളമൊക്കെ ഒഴുകുന്ന തോടാണ്. നന്നായിട്ട് വെള്ളം വരുമ്പോൾ നിറഞ്ഞൊഴുകും ഇത്. ഈ ഒരു ചെടി കാണാത്തവരാരും ഉണ്ടാവില്ലായിരിക്കും. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ തലയിൽ താളിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു ചെടിയായിട്ട് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ താരൻ പോകാനും അതുപോലെ തന്നെ മുടിയിൽ അഴുക്ക് പോകുന്ന ഏറ്റവും നല്ലൊരു താളിയാണിത്. പക്ഷെ നമ്മൾ നേരത്തെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടങ്കവധി ചോദിക്കൂലേ, അമ്മ കറമ്പി മകൾ വിളമ്പി മകളുടെ മകൾ സുന്ദരിക്കോളെന്ന് പറഞ്ഞു. ആ ഇലയാട്ടോ ഇത്. നമ്മളങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വെറുതെ കുട്ടികളെയും കൂട്ടി ഇങ്ങനെ ഇറങ്ങണേ കേട്ടോ. പറമ്പിൽ കൂടെയൊക്കെ നമ്മൾ പറമ്പെല്ലാം കയറി ഇറങ്ങി നടക്കും. ഇതുകൊണ്ട് കാണുമ്പോൾ ശരിക്കും ഇതിനകത്ത് ഒരുപാട് പാറകൾ കുറേ പാറക്കെട്ടായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അപ്പം അധികം കൃഷിയൊന്നും ഇതിനകത്ത് പിടിക്കും. നേരത്തെയൊക്കെ ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ കുറച്ച് കാപ്പി, കുരുമുളക്, ജാതി അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് ഇതിനകത്ത്. ഇവിടെ വന്നപ്പോൾ ഒരു കാന്താരി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കാന്താരി പറിച്ചിട്ട് പോകാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നട്ട് വെച്ചാലൊന്നും ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കാടായിട്ട് എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു ഇത്രയ്ക്ക് ഉണ്ടായി തുടങ്ങി. പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്നവരാട്ടോ നമ്മളൊക്കെ. അതുകൊണ്ട് കാടൊക്കെ നന്നായിട്ട് തന്നെയുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ മൊത്തം പാറക്കെട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന രസകരമായിട്ടുള്ളൊരു ഒരു പാറയുടെ അടിയിൽ ഒരു ഗുഹ പോലെയുണ്ട്. അതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പിൽ എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണോ അതുപോലെയാണ് ഗുഹ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ രസമാണ്. പക്ഷെ വെള്ളമൊന്നും ഒഴുകുന്നില്ല, തുള്ളിത്തുള്ളിയായിട്ട് അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട്. പണ്ട് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാതിരിക്കാനായിട്ട് ഞങ്ങളെ വീട്ടിൽ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. ഇത് അമ്മായി താമസിക്കണയാണെന്നും പറഞ്ഞിട്ട്. അമ്മായിന്ന് മീൻസ് ഞങ്ങൾ തേങ്ങ പറിച്ചുകൊണ്ട് തേങ്ങ തിന്നണേ അമ്മായി എന്ന് പറഞ്ഞു. അമ്മായി താമസിക്കുന്നിടമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇത് ചിലർ അള്ളെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അള്ളെന്നും കൂടിയാണ് ഇതിനെ പറയുന്നത്. ശരിക്കും അത് അതേപോലെ തന്നെയാണ് ഗുഹ. വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കണേണത്. അവിടെ നിന്ന് പോകുന്നതൊക്കെ ഒരു ഇലയിലിരിക്കണ കണ്ടോട്ടോ. ഞാൻ വിചാരിച്ചു ഇലയായിരിക്കുന്നു വിചാരിച്ചിട്ട് പിടിക്കാൻ ചെന്നപ്പോഴാണ് ഇതേ നിൽക്കുന്നത്. ഒരു ആദ്യം മനസ്സിലായത് ഇത് എന്തുട്ടാണ്, ഒരു വലിയൊരു പുഴുവാട്ടത്. ഒരു വെറൈറ്റി പുഴുവാണ്. ശരിക്കും എന്തൊരു സൃഷ്ടിയാലും ഇതൊക്കെ. ഇതിൽ ഈ പറമ്പിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പോർഷൻ, ഇത് ഭയങ്കര മൊത്തം പാറ കേട്ടോ. പക്ഷേ കാട് പിടിച്ചേക്കുന്നത് അങ്ങോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മേലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പാറകൾ, ചെറിയ ചെറിയ കുഴികളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുഴിച്ച് ഡിസൈൻ ചെയ്ത മാതിരിയുള്ള കുഴികളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ ചെടിയൊക്കെ നമ്മുടെ ഇവിടെ നഴ്സറികളിലൊക്കെ ഒരുപാട് കാണുന്നതാണ്. ഭയങ്കര റേറ്റും കൂടിയാണ് ഇതിന്. അവിടെയൊക്കെ പാറകളിലും ഒക്കെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇവർ പറയണത് നന്നായിട്ട് ഓക്സിജൻ കിട്ടുന്ന ഒരു ചെടിയാണെന്നാണ് പറയണത്. അതിന് റേറ്റ് നല്ല റേറ്റ് ഉണ്ട് അതിന്.
വേണ്ട 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 ബാ 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 കയറി ബാ കയറി ബാ രണ്ടുപേരും കയറി പോരെ. ചേച്ചി ആ സമയം കൊണ്ട് അവിടെ ഒരു പപ്പായ നിൽപ്പുണ്ടായി. അതിനൊന്ന് പപ്പായ പറിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണണത്. ഇതൊരു ലേഡീസ് ഫിംഗർ ബനാന കേട്ടോ, പനാങ്കെന്ന് പറയും. കണ്ടോ, കൈവിരൽ പോലെ തന്നെയാണ് ഇതിരിക്കണത്. മഴയുടെ സമയത്ത് നല്ല മഴയാണ് ഇവിടെ. നമ്മൾ കോടയൊക്കെ ചൂടി റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കോടെ നടക്കുക. പിള്ളേരും ചേച്ചിയൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നല്ല സൂപ്പർ മഴയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരു മഴക്കാലത്ത് നമ്മളൊക്കെ ഇതുപോലെ ചെടിവെള്ളത്തിൽ കൂടെ ഓടിപ്പാഞ്ഞ് നടന്ന് സ്കൂളിൽ തിരിച്ച് വരുമ്പോഴൊക്കെ ഇതുപോലെ നടന്ന കാര്യം ഇപ്പോഴും ഓർമ്മയിൽ വരും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതൊരിക്കലും പക്ഷെ നമ്മുടെ പട്ടണ പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അവിടുത്തെ ചൂടിലും നമ്മൾ ഒരുങ്ങി തീരുമ്പോൾ ഇതുപോലെയൊക്കെ ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. അമ്മ ഇപ്പൊ മരത്തിൽ കയറി നിൽക്കുകയാണ്, കൊരങ്ങന്റെ പോലെ മരത്തേലൊക്കെ കയറും. നിർത്തിക്കോട്ടെ വീഡിയോ. ഇതുപോലെ പറമ്പിൽ മുളച്ച് വന്ന് കപ്പലണ്ടി തിന്നവരൊക്കെ എത്ര പേരുണ്ടാവും നമ്മുടെ ഇടയിലൊക്കെ അല്ലേ. കുറേ കഴിയുമ്പോഴത്തേക്കും മഴക്കാലമാകുമ്പോൾ ഇതൊന്നും എടുക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ അവിടെ വീണ് പറമ്പിൽ തന്നെ കിടന്ന് മുളച്ച് അത് പൊങ്ങും. പിന്നെ ഞങ്ങൾ മഴയൊക്കെ ഉള്ള പറമ്പെല്ലാം കയറി ഇറങ്ങി നടന്ന് നല്ല മഴയായിരുന്നു. മഴയത്തെല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി അടുപ്പിനകത്ത് ഇട്ട് കപ്പലണ്ടി ചുടുമായിരുന്നു. അപ്പം കണ്ടോ, ഇതുപോലെയൊക്കെ മഴക്കാലത്ത് നമ്മൾ കപ്പലണ്ടിയൊക്കെ ചുട്ട് തിന്ന് പൊട്ടിച്ച് വരും. നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുന്നു നല്ല തണുപ്പത്ത്. ആ ഒരു നല്ലൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞ് കിട്ടുക.
എന്ത് സുഖമാണെന്നൊക്കെ ഒന്നും അറിയണ്ട. അടുപ്പിൻ്റെ ചുവട്ടിൽ നല്ല ചൂടൊക്കെ അടിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടോ. ഞാൻ ചേച്ചി പൂച്ചയാട്ടോ അത്, വീട്ടിലത്തെ ചേച്ചി പൂച്ച. മമ്മി അവിടെ നിന്ന് കശുവണ്ടി ചുട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. മമ്മി പൊട്ടിക്കും, മമ്മി വായിലോട്ട് തന്നെ എടുത്ത് എറിയുമെന്ന് തോന്നണു, എന്നെ കാണണില്ലാന്ന് തോന്നണു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യണം. പിള്ളേരൊക്കെ കൊണ്ടുപോയി ഒരു സെറ്റ് കൊണ്ടുപോയി. മമ്മി കുത്തി പറക്കി പൊട്ടിച്ച്, അല്ലാതെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി പോകുന്നു പറഞ്ഞിട്ട് അരിവാളും കൊണ്ട് കുത്തിപ്പറിക്കാണ് എടുക്കണതൊക്കെ. എന്തായാലും കിട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണം മമ്മി തന്നെ വായിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. നടാണ്ടി കാണാനും കൂടി ഇല്ലാണ്ടി പൊട്ടിച്ചു തരാട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് ജോക്കട്ടെ വീണ്ടും വന്നു. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, ഞാനിവിടെ വെറുതെ നിൽക്കണ കേട്ടോ, എനിക്കിട്ട് കിട്ടിയുമില്ല. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് കശുവണ്ടി ചുട്ട് തിന്നില്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.